നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സ്തോത്രം. ബഹുമാനിക എല്ലാ ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ദൈവസന്നിധി നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധി വായിച്ചിട്ട് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പ്ലീസ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. സ്തോത്രം. ബഹുമാനരായ എല്ലാ ദൈവത്തിന്റെ മക്കളെയും ഒരിക്കൽ കൂടെ കൊലോസ്യ ലേഖനത്തിലേക്ക് അതിന് 3-ാം അധ്യായത്തിന്റെ 18 മുതൽ വരെയുള്ള അതിന് 21 വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിന് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഭാര്യമാരുടെ കടമകളും ഭർത്താക്കന്മാരുടെ കടമകളും സ്തോത്രമൊക്കെ ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുവാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിലും ആ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളോളം എത്തിക്കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഇതൊക്കെ കർത്താവിന് ആഗ്രഹമുള്ളതും കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളുമാണ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവം നമ്മളോട് സഭയോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഒരിക്കലും ചെറുതായി കാണാതെ ഇതിലേക്ക് വളരുവാൻ, ഇതിലേക്ക് എത്തപ്പെടുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ സാഹചര്യങ്ങളും അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതെല്ലാം നമ്മൾ കേവലം ഈ കടമ ചെയ്തു തീർക്കുക എന്നതല്ല, ഇതെല്ലാം യേശുവിനെ അറിയുവാനുള്ള നല്ല വഴികളാണ്. സ്തോത്രം. യേശു നമുക്ക് വേണ്ടി എത്രമാത്രം എന്തുമായി തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് എന്നുള്ള സത്യം പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടി നമുക്ക് വായിച്ചറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് കൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ എന്നതാണ്. സ്തോത്രം. അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ചു, ബാക്കിയൊക്കെ ഞാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ അനുസരിച്ചില്ലേ എന്ന് പറയാനൊന്നും നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. ഇനി ഞാൻ അന്ന് പ്രസംഗിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് പറയുകയാണ്, എന്റെ മാതാവിനെ പിതാവിനെ പാസ്റ്റർ ഞാൻ മാക്സിമം അനുസരിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവിടെ ബൈബിൾ നമ്മളോട് പറയുന്നത് മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കാനാണ്. സകലത്തിലും. അതായത് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെടുന്നതും കർത്താവുമായിട്ട് ബന്ധപ്പെടുന്നതും ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉപദേശങ്ങളുമായിട്ട് ബുദ്ധിമുട്ട് വരാത്തതുമായ എല്ലാ ഉപദേശങ്ങളും മാതാപിതാക്കൾ എന്തു തന്നെ നമ്മളോട് സംസാരിച്ചാലും അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ജ്ഞാനത്തിനും അത് ശരിയാകില്ല, എന്റെ ഭാവിക്ക് അത് ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ ഭാവി എന്ന് പറയുന്നത് കാരണം നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കാനും ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമ്മളെ വളർത്തുവാനുമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ യേശുവിന്റെ ആത്മീകത പോലെ വളരാത്ത, അല്ലെങ്കിൽ യേശുവിനോളം ഒരു കാര്യത്തിലും ജ്ഞാനത്തിലും ഒന്നും അറിവിലൊന്നും ഉയർച്ച ഇല്ലാതിരുന്ന മറിയയുടെയും യോസേഫിനും യേശു പൂർണ്ണമായ അനുസരണമുള്ളവനായി തീർന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇനി നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിരുന്നില്ല. ഇനി അങ്ങനെ ആകരുതാത്ത, അങ്ങനെ ആയിരുന്നിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഇന്ന് രാത്രി തിരുത്തുവാൻ ദൈവം ഈ വചനങ്ങളിൽ കൂടി അവസരങ്ങൾ തരട്ടെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിച്ചാട്ടെ. അതിന്റെ ഉത്തരവാദി കർത്താവാണ്. സ്തോത്രം. അത് നമ്മൾ ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളുടെ ഉത്തരവാദി കർത്താവാണ്. കാരണം കർത്താവിനെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കുന്നത് കൊണ്ടും ഇനി നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ തോന്നുകയാണ് എന്തെങ്കിലും നഷ്ടമായെന്ന്, അത് ഒരുപക്ഷെ നഷ്ടമായി പോകാനും സാധ്യത ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വഴികളിൽ കൂടി സഞ്ചരിക്കേണ്ടതിനാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഡിസ്റ്റർബൻസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ആന്റി ഈ ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് തന്നെ കൈ ഒന്ന് ഉയർത്തിയാൽ മതി. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് സംസാരിക്കും. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. സ്തോത്രം.
ഓക്കെ. ഇങ്ങനെ മനസ്സിലാത്ത സമയത്ത് ജസ്റ്റ് എന്റെ വീഡിയോ ഓഫ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. സ്വത്രം. അതെ, ഞാൻ പറയുകയായിരുന്നു, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പൂർണ്ണമായി എങ്ങനെയാണ് പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയെ അനുസരിക്കുകയാണ് സകലത്തിലും. മാതാപിതാക്കൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളായാലും അങ്ങനെ തന്നെ ഓർത്തോണം, രക്ഷാത്ത മാതാപിതാക്കളായാലും സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളാണെങ്കിൽ പോലും സ്തോത്രം, നമ്മൾ സകലത്തിലും കർത്താവിനെ അനുസരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സകലത്തിലും കർത്താവിനെ അനുസരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. അതിന്റെ പേരിൽ നമ്മുടെ ലൈഫിൽ വരുന്ന എന്ത് തന്നെ പ്രയാസങ്ങളായാലും, എന്ത് തന്നെ ബുദ്ധിമുട്ടുകളായാലും, അത് നമ്മുടെ നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നഷ്ടങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. കാരണം നമ്മൾ ചിന്തിക്കും, നമ്മൾ നമ്മുടെ മാതാപിതാവിന്റെ പൂർണ്ണമായ അനുസരണമുള്ളവളോ ആയി തീർന്നാൽ ഒരുപക്ഷെ പാസ്റ്ററെ അവർ പറയുന്നത് പോലെ ഒരു നല്ല ജോലി എനിക്ക് ലഭിക്കത്തില്ല ആ ലൈനിൽ പോയാൽ. അത് ഞാൻ പഠിച്ചു പോയാൽ എൻ്റെ ഭാവി എനിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നൊരു പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ചായിരിക്കാം അനുസരിക്കാതിരിക്കാൻ സാധ്യതയുള്ളത്. സ്വന്തം. അല്ലെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ പോകുന്നത്. ചിലപ്പോൾ ആത്മീയരായ മനുഷ്യർ തന്നെ, കുഞ്ഞുങ്ങൾ തന്നെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ സത്യത്തിൽ പിന്നീട് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ അതിൽ ടോപ്പായി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ പോകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ പിന്മാറ്റത്തിൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രം. ഒരുപക്ഷെ ആ നന്മയിൽ നമ്മൾ ഒരുപക്ഷെ എത്തപ്പെട്ടില്ലെങ്കിലും, ഒരുപക്ഷെ ആ എത്തപ്പെടാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ അങ്ങനെ കഴിയില്ല എന്ന് പറയുകയല്ല, ചിലപ്പോഴങ്ങനെ നിങ്ങളുടെ അനുസരിപ്പിനെന്നാണ് ഞാൻ അതായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്. സ്വത്രം. സകലത്തിലും എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ ആക്കി വെച്ച കുടുംബ ശരിയാവുന്നില്ല. ഓക്കെ. ദൈവസന്നിധിയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ച കുടുംബ ബന്ധങ്ങളിൽ, ദൈവം നമ്മളെ ആക്കി വെച്ച ആ സാഹചര്യത്തിൽ പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളുടെ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളും, നമുക്കുണ്ടാകുന്ന നമ്മൾ ചിന്തിക്കുന്ന നഷ്ടമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. സത്യത്തിൽ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിലും ദൈവത്തിന്റെ പദ്ധതിയിലും നഷ്ടങ്ങളല്ല, ദൈവത്തിന്റെ പദ്ധതികളിലും നഷ്ടങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ആഗ്രഹത്തെയും, കാരണം അവിടെ എങ്ങനെയാണ് പറയുന്നത്, അവന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവിന് അത് പ്രസാദകരം എന്നാണ് പറയുന്നത്. കർത്താവിന് അതിന്റെ ഒറ്റ അർത്ഥം ഇതേ ഉള്ളൂ, കർത്താവിന് അത് പ്രസാദം. പൂർണ്ണമായ അനുസരണമുള്ളവനായിരിക്കുന്നത് കർത്താവിന് പ്രസാദകരമാണ്, കർത്താവിന് അത് ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ ഇത്രത്തോളം നിങ്ങളോട് സംസാരിച്ച ആ വചനങ്ങൾ നിങ്ങളോളം എത്തിക്കാണും എന്ന് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഞാനിപ്പോൾ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ കൈകളൊന്ന് ഉയർത്താമോ? ഞാനിപ്പോൾ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദൈവസന്നിധിയിൽ അപ്രകാരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ അല്ല പൂർണ്ണമായി നമ്മൾ അനുസരിക്കേണ്ടത്, എന്നാൽ അവരെ നമ്മൾ കെയർ ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കളോട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് ദൈവവചനത്തിൽ നിന്നും ഒരു മക്കളെ പറ്റി ദൈവവചനം ആഗ്രഹിക്കുന്നത് എന്ന്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് പോകുന്നത്
നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. സ്വത്രം. കാരണം കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആമേൻ, യേശുവിനെ കൂടുതൽ അറിയുക എന്നതാണ് ഈ കൊലോസ്യ ലേഖനത്തിന്റെ യഥാർത്ഥമായ ഉദ്ദേശം. അപ്പൊ നമ്മുടെ ലൈഫിലെ ഓരോ ബന്ധങ്ങളിൽ കൂടി നമ്മൾ കർത്താവ് അറിയുമ്പോൾ ഒരു കുഞ്ഞായിരിക്കുന്ന, ഒരു പൈതലായിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു മകനായി, നമ്മൾ ഒരു മകളായിട്ടും എപ്പോഴും നമ്മൾ ആയിരിക്കുകയാണ്. ഇനി നമ്മളത് കുഞ്ഞായിരുന്നാലും, ഇനി നമ്മൾ പ്രായമുണ്ട് സ്തോത്രം, ഇരിക്കുന്നിടത്തോളം കാലം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ പ്രായം ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാതാപിതാക്കളോട് നമ്മൾ എപ്രകാരമായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ഉദ്ദേശം എന്നൊന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. സ്തോത്രം. ആമേൻ. എന്റെ വോയിസ് കട്ടാകുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. കൈകൾ ഉയർത്താമോ? അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ദൈവസന്നിധി നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സ്തോത്രം. ആമേൻ. യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ, ക്രൂശിലേക്ക് യേശു കർത്താവ് കടന്നു പോകുന്ന സമയങ്ങളിൽ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പക്ഷെ അനക്കമില്ല കേട്ടോ. റെഫറൻസ് ഒന്നുകൂടെ പറയാം. ദൈവ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് ഇവിടെ നമുക്ക് വായിച്ചു കേൾക്കാൻ ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഇപ്പോൾ എൻ്റെ വോയിസിന് പ്രോബ്ലം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ആ വചനത്തിലേക്ക് വരാം. സ്തോത്രം. എനിക്കിവിടെ നിങ്ങളെല്ലാവരും സ്റ്റക്കായിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇടയ്ക്ക് കേൾക്കത്തില്ല. കേൾക്കാം. ഓക്കെ. വളരെ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ പറയണം. നമുക്ക് കർത്താവിന്റെ ദാസന്മാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സ്തോത്രം. നമുക്ക് ബാക്കിയുള്ള തീർച്ചയായിട്ടും വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ പ്രിയ ദൈവത്തിന്റെ ദാസന്മാർ ബാക്കിയുള്ള ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. കേവലം നമുക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശു കർത്താവ് തന്റെ അവസാന സമയങ്ങളിലേക്ക് പോകുമ്പോൾ, സ്തോത്രം, യേശു കർത്താവ് തന്റെ അവസാന സമയങ്ങളിലേക്ക് പോകുമ്പോൾ തന്റെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് യേശു തന്റെ ശിഷ്യനായ യോഹന്നാനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, ഇതാണ് നിന്റെ മാതാവ്. സ്തോത്രം. എന്ന് വിളിച്ചുകൊണ്ട് മറിയയോട് പറയുകയാണ്, ഇതാണ് നിന്റെ മകൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെ എവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്, ആ നാഴിക മുതൽ ആ യോഹന്നാൻ, അല്ലെങ്കിൽ ആ യേശുവിന്റെ സ്നേഹിച്ച ശിഷ്യൻ, യേശുവിനോട് കൂടെയായിരുന്ന ശിഷ്യൻ മറിയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. യേശു അല്ലെങ്കിൽ പ്രായത്തിലായിരിക്കുന്ന മാതാവിനോട് എപ്രകാരം ഇടപെട്ടു എന്നാണ്. സ്തോത്രം. ഒരു പ്രൊട്ടക്ഷനും യേശു മറിയെ കൈവിടുന്നില്ല. സ്തോത്രം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, യേശുവിന്റെ ക്രൂശിനോളം അടുത്ത് ചെന്ന യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് യോഹന്നാന്റെ മരണം വരിക്കുന്നത്. സ്തോത്രം. അവിടെ കർത്താവിന്റെ
ഒരു കെയർ, ആമേൻ, ലവ്, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ഒരു ആമേൻ സംസാരിച്ചുകൊണ്ട് നമ്മുടെ യേശു കർത്താവ് തന്റെ ഉത്തരവാദിത്വത്തെ നന്നായി നിറവേറ്റുന്നതായി ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതെ, ക്രൂശിനോളം ചെന്ന ശിഷ്യനെ ഒരു പ്രത്യേകമായ പദ്ധതിക്കായിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കുകയായിരുന്നു, ദൈവസന്നിധിയിൽ ദൈവം ഉപയോഗിക്കുകയായിരുന്നു. സ്തോത്രം. അതെ, ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിന്ന ഈ മറിയെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിന്റെ നിന്ന മറിയെ ഏറ്റെടുത്ത വ്യക്തിയാണ്. സ്തോത്രം. ക്രിസ്തുവിനായിട്ട് എല്ലാമായി തീർന്ന ഒരു വ്യക്തിയാണ് ഈ മാതാവ്, അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്ത മറിയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടും കർത്താവിന് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ടും കർത്താവിന് വേണ്ടി എല്ലാമായി തീർന്നുകൊണ്ട് മറിയ അപ്രകാരമായിരിക്കുമ്പോൾ, ആമേൻ, ക്രൂശിനോളം വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന്റെ മറ്റ് സഹോദരങ്ങൾ പൂർണ്ണമായിട്ട് യേശുവിനെ ഉൾക്കൊണ്ടവരായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബൈബിളിൽ നിന്ന് മറിയ മാത്രം, അല്ലെങ്കിൽ മറിയയുടെ കുടുംബത്തിൽ നിന്നും യേശുവിന്റെ കുടുംബത്തിൽ നിന്നും മറിയ മാത്രം അവിടെ ആയിരിക്കുകയാണ്. സ്വന്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്വന്തം. ആമേൻ. എന്റെ വോയിസ് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നു. ഓക്കെ. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു ആമേൻ 10 മിനിറ്റ് കൂടി ദൈവസന്നിധിയിൽ ഞാൻ നോക്കാം. അതിന് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയ ബാബുങ്ങളോ എബ്രാം ജോസഫ് അങ്കിളോ, സ്തോത്രം, ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥന. അതെ, എനിക്കും ഇവിടെ നിങ്ങൾ ദൈവസന്നിധി ഞാൻ അടുത്ത കാര്യം എന്താണെന്ന് ആ മറിയ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല യേശുവിന്റെ അടുത്ത് വരുന്നത്. ഇതാ തന്റെ മകൻ ഇവിടെ, ആമേൻ, സ്തോത്രം, ആ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ച് കടന്നു പോകുന്നു. ഇനി തന്റെ ലൈഫ് എന്താണെന്ന് മറിയയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് മറിയുടെ മേൽ ഉത്തരവാദിത്വത്തിനായി യോഹന്നാനെ നേരത്തെ കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം കണ്ടിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യോഹന്നാനെ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തു, യേശു തെരഞ്ഞെടുത്തു. എന്നാൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, ഈ യോഹന്നാനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ കേവലം തന്റെ ശുശ്രൂഷയ്ക്കായി, തന്നോട് കൂടിയിരിക്കുവാനും തന്റെ ശുശ്രൂഷയ്ക്കായി വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തന്റെ അമ്മ ഇപ്രകാരം അനാഥത്വം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ നെഞ്ചോട് ചാരിയിരുന്ന് തന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കുന്ന ഒരു യോഹന്നാന് ഒരു പ്രത്യേക ദൗത്യം തന്നെ കൊടുക്കുവാൻ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. കാരണം യോഹന്നാനെ കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി കൂടി തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. കാരണം തന്റെ മാതാവ് ഒറ്റയ്ക്കാക്കി കളയുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. സ്തോത്രം. അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകുവാൻ ദൈവത്തിന് മനസ്സായിരുന്നില്ല. സ്തോത്രം. കർത്താവിനോട് ചേർന്നിരുന്ന, കർത്താവിന്റെ ആ ഹിതത്തെ മനസ്സിലാക്കിയ ശിഷ്യനെ തന്നെ ക്രൂശിനോളം എത്താൻ ഈ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വിട്ട് ദൂരത്തേക്ക് പോയിരുന്നു. സ്തോത്രം. എന്നാൽ ക്രൂശിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ, യേശുവിന്റെ നെഞ്ചോട് ചാരിയിരുന്ന, ക്രിസ്തുവിന്റെ ഹൃദയത്തെ എല്ലാം നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ച, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ രുചിച്ചറിഞ്ഞ യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തു നിന്നും തന്റെ ദൗത്യം പൂർത്തീകരിച്ച് കടന്നു പോകുന്നത്. സ്തോത്രം. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. സ്തോത്രം. ആമേൻ. അടുത്ത 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ പിതാക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ പേരൻസിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിന് വേണ്ടി ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മാതാവ് നിന്നതുകൊണ്ട്, കർത്താവിന്റെ, നമുക്കറിയാമല്ലോ, മറിയ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ പദ്ധതിക്കായി എറിഞ്ഞുകൊടുത്തൊരു സ്ത്രീയാണ്. സ്തോത്രം. താൻ കർത്താവിനായി തന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. നല്ല ഒരു
നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു ജീവിത സാഹചര്യങ്ങളിലേക്ക് മറിയയ്ക്ക് എത്തപ്പെടാമായിരുന്നു. അവിടെയാണ് ദൂതൻ ദൈവത്തിന്റെ ഹിതത്താൽ മറിയയോട് സംസാരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ദൈവിക മാതാവ് ജീവിത അന്ത്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതുദ്ദേശത്തോടെ താൻ നിന്ദിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ അത് തന്റെ ലൈഫിൽ ആ നടക്കുന്ന സമയത്ത് ആ മാതാവിനെ അവൻ കഷ്ടപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോരെ, ഞാൻ ഇവിടെ വരുമ്പോൾ പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ട് അനാഥനായി വിട്ടേച്ചു പോകുന്നില്ല. സ്തോത്രം. ആ മാതാവിനെ കെയർ ചെയ്യുവാൻ കർത്താവ് ഏറ്റവും ക്രൂരമായ വേദനകൾ അനുഭവിക്കുന്ന ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ മാതാവിനെ ഓർത്ത് കെയർ ചെയ്യുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? സ്തോത്രം. അതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതാപിതാക്കൾക്ക് സ്തോത്രം നമ്മുടെ ആവശ്യം, നമ്മുടെ പ്രസൻസ് ആവശ്യമായി വരുന്ന സമയത്ത് അവരുടെ സാഹചര്യത്തിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും അത്യാവശ്യമാണ് എന്ന് അവർക്ക് തോന്നുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രസൻസ് കൊടുക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് യേശു അവിടെ നിന്ന് ദൗത്യം പൂർത്തീകരിച്ച് കടന്നു പോകുന്നത് കൊണ്ടാണ് മറ്റൊരാളെ ഏൽപ്പിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയുന്നൊരു തെറ്റോ പാപമോ ഒന്നുമല്ല. ഏൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുന്നുവെങ്കിലും അതിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ പറയുകയാണ്, മക്കൾ തന്നെ മാതാപിതാക്കളെ നോക്കുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. മക്കൾ തന്നെ മാതാപിതാക്കളെ നോക്കുവാനിടയാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഒരവസരം തരുന്നുവെങ്കിൽ അത് നിങ്ങൾ തന്നെ നോക്കണമെന്ന് ഞാൻ ഈ വചനത്തിൽ നിന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. സ്വത്രം. നിങ്ങൾ വേറൊരാളെ ആക്കുന്നെങ്കിൽ അത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക ദൗത്യത്തിനായി നിങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന വഴിയിലോ അല്ല, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ റിസ്ക് എടുത്ത് ദൈവം നിങ്ങളെ ഒരു കാര്യത്തിന്, ഒരു ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ടോ ഒക്കെ ദൈവം നിങ്ങളെ പ്രത്യേകമായി ഗൈഡ് ചെയ്ത് മറ്റൊരു പദ്ധതിക്കായി മാറ്റുന്നെങ്കിൽ ഓക്കെ, ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന ആ ഒരു നിർണയം കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് ഓക്കെ. എന്നാൽ ദൈവം നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ആ പദ്ധതിക്കായി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുമില്ലെങ്കിൽ, ദൈവം പൂർണ്ണമായി നിങ്ങളോട് ഗൈഡ് ചെയ്തില്ലെങ്കിൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് മാതാപിതാക്കളെ ആ കഷ്ടത്തിൽ നിങ്ങൾ നോക്കുക എന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കളെ നോക്കുക എന്നത് ദൈവവചനത്തിൽ യേശു കാണിച്ചു തന്ന മാതൃകയായിരുന്നു. സ്തോത്രം. ഇവിടെ ഞാൻ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മുടെ വിഷയം ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് മക്കളെ കുറിച്ച് തന്നെയാണ്. മക്കളെ കുറിച്ച് നമുക്കതറിയാം, യോഹന്നാൻ ഇത് ചെയ്തത് കൊണ്ട്, ഈ മറിയയുടെ ഉത്തരവാദിത്വം യോഹന്നാൻ ഏറ്റെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതെയായി പോയില്ല. സ്തോത്രം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തകർന്നു പോകുന്നില്ല. സ്തോത്രം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹം നഷ്ടമായി പോകുന്നില്ല. നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രത്യേക അപ്പോയിന്റ്മെന്റ് ലഭിച്ച യോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് തന്റെ ഭാവിയിലെ ശുശ്രൂഷ കണ്ടാൽ, നമ്മൾ കർത്താവിന്റെ ദാസനാൽ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ വരുംകാലങ്ങളിൽ ദൈവസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദൈവിക മനസ്സിൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചത് ഈ യോഹന്നാനെയായിരുന്നു. തന്റെ ശുശ്രൂഷയ്ക്ക് അല്പം പോലും മങ്ങലേൽപ്പിക്കപ്പെട്ടില്ല. ദൈവം ഏൽപ്പിച്ച മാതാവായി അല്ലെങ്കിൽ ഒരു മകനെ പോലെ ഏൽപ്പിച്ച സ്തോത്രം, അത് ആ ഒരു ശുശ്രൂഷ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതിയിൽ നിന്നും നിങ്ങൾ നഷ്ടമായി പോകുകയില്ല. ഒരിക്കലും നിങ്ങളുടെ ഭാവി അത് മുഖാന്തരം ഇല്ലാതായി പോകുകയില്ല. നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ യോഹന്നാനാണ് നമുക്ക് ചരിത്രത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ കാലങ്ങൾ ജീവിച്ചിരുന്നത്. സ്തോത്രം. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നോർമൽ ഡെത്ത് കിട്ടിയ ഒരു ശിഷ്യൻ എന്ന് നമുക്ക് പലപ്പോഴും ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. അതിൽ നിന്നൊരു തിയോളജി ദൈവം കൊടുത്ത ആ മാതാവിനെ സ്തോത്രം അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തത് കൊണ്ട് തന്റെ ലൈഫിൽ ഒരു ദുഃഖവും അത് മുഖാന്തരം ഉണ്ടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്കുകളെ ഒരുപക്ഷെ ടവറിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ, ഈ ഭാഗം കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ എന്റെ വോയിസ് കട്ടാകുന്നുണ്ടായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കാരണം നിങ്ങളുടെയൊക്കെ സ്ട്രക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവദാസന്മാർ തുടർന്നുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമല്ലോ. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാൻ ഇതൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു കൊള്ളട്ടെ. ദൈവമക്കളെ, ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കളെ അത് നിങ്ങൾ ചെറുപ്പത്തിലായിരിക്കുന്നെങ്കിൽ പൂർണ്ണമായി അനുസരിക്കണം. ഇനി നിങ്ങൾ
കുറച്ച് വളർന്നു, നിങ്ങൾക്ക് മക്കളായി, നിങ്ങൾക്കൊരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുത്താട്ടെ. സ്വതന്ത്രം. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ക്രൂശിൽ യേശു മരിക്കുവാനായി പോകുമ്പോൾ തന്റെ മാതാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. തന്റെ മാതാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. തന്റെ 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 ശുശ്രൂഷയിൽ എല്ലാ സമയത്തും തന്റെ ദുഃഖത്തിലും വേദനകളിലും നന്മകളിലും കൂടെ ഉണ്ടായിരുന്ന തന്റെ മാതാവ് ദുഃഖത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് യേശു കളഞ്ഞിട്ട് പോയില്ല. കർത്താവിന് വേണ്ടി നിന്ന കർത്താവിന്റെ പദ്ധതിക്കായി ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളുടെ ജ്ഞാനം പോലെ ജ്ഞാനമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച മാതാപിതാക്കളായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യേശു അവിടെ ഉപദേശിക്കാൻ വന്നപ്പോൾ ആലയത്തിൽ നിന്നും മറിയ വന്ന് വിളിച്ചുകൊണ്ട് പോയതൊക്കെയാണ്. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്തോത്രം യേശു കർത്താവ് മറിയെ അനാഥനായി വിട്ടേച്ചു പോകുന്നില്ല. ഒരിക്കലും നിങ്ങളുടെ മാതാവും പിതാവും അനാഥത്വം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ മാറി നിന്ന് മറ്റെന്തെങ്കിലും ചിന്തിക്കുകയോ കുറച്ച് പണം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് അറിയാൻ കഴിയത്തില്ല. റിസ്ക് എടുത്ത് സ്തോത്രം യോഹന്നാൻ മറിയെ ഭവനത്തിലേക്ക് കൊണ്ടുപോയതുപോലെ സ്തോത്രം നിങ്ങൾ സ്തോത്രം മാതാപിതാക്കന്മാരെ സെക്യൂർ ചെയ്യുവാൻ സമയത്ത്, കെയർ ചെയ്യേണ്ട സമയത്തും അത് ചെയ്യുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ദൈവം നമ്മൾ ഒരുമിച്ച് സഹായിക്കട്ടെ. ഒരു ഭാഗം കൂടെ സ്തോത്രം ദൈവസേന അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് ദൈവസേന ഞാൻ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശുവിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ യേശുവിനോട് എന്റെ ഓർമ്മ ശരി, എന്റെ അറിവ് ശരിയാണെങ്കിൽ 3 പ്രാവശ്യം പിതാവും പുത്രനായ യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. അതിൽ നമുക്ക് ആദ്യം ഇങ്ങനെയാണ് കാണുന്നത്. യേശു സ്നാനപ്പെട്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിനോട്, അല്ലെങ്കിൽ ജനത്തോടായിരിക്കുന്ന ജനം കേൾക്കെ, സ്വർഗത്തിൽ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ ആരെയും യേശു കർത്താവ് നേടുകയൊന്നും ചെയ്തില്ല. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പോലുമില്ല. ശുശ്രൂഷയുടെ കാര്യത്തിനായി യേശു പൂർണ്ണമായി ഇറങ്ങിത്തിരിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഒരു പ്രസംഗം നടത്തിയിട്ടൊന്നുമില്ല. സ്തോത്രം. പക്ഷെ 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കായി, ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ പിതാവ് പറയുകയാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3:20 അതാണ് പറയുന്നത്. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. സ്തോത്രം. പ്രസാദം. അതെ, പുത്രനിൽ പിതാവ് പ്രസാദിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിൽ എന്റെ യേശുവിന് പ്രസാദമുണ്ട്. അതുകൊണ്ട് കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്ന വഴിയിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണാനുസരണമുള്ളവരായി കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ പ്രിയ ബാബു